ഈ കളർഫുൾ ഫുഡുകളോട് പണ്ടേ എനിക്കൊരു ഇത്തിരി ഇഷ്ടം കൂടുതലാണ് കേട്ടോ. നാച്ചുറൽ കളർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും വരില്ല. എന്നെ പോലെ കളർഫുൾ ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ന് നല്ല കളറുള്ള ഒരു ബീട്രൂട്ട് പച്ചടി വെക്കാം. ഇതിനായിട്ട് ഞാനൊരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് കേട്ടോ ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂണോളം ഉപ്പും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. 3/4 കപ്പ് തേങ്ങയിലേക്ക് 2 പച്ചമുളകും 1/2 ടീസ്പൂൺ ജീരകവും ആണ് കേട്ടോ എടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ജീരകം ഇല്ലാത്തതുകൊണ്ടാണ് ജീരകപ്പൊടി എടുത്തേക്കുന്നത്. തേങ്ങ നല്ലതുപോലെ അരച്ച് വെന്ത് വന്നിരിക്കുന്ന ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല കട്ട തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം മിക്സിയിൽ അടിക്കണ്ട, സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ച് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം. കടുക് താളിക്കാനായിട്ട് ഞാൻ 2 ടീസ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 3 വറ്റൽമുളകും 1 തണ്ട് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് താളിച്ചത് കൂടി പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ബീട്രൂട്ട് സദ്യ പച്ചടി തയ്യാറായിട്ടുണ്ട്. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ സസ്നേഹം, മീരാ കൃഷ്ണൻ.